यही प्रॉब्लम है। ये पेलकतर का व्यू है, आप देखो इधर का बहुत सुंदर है, समुद्र है पूरा है। ये इधर होटल का सामने से मैं वीडियो पकड़ता है, ज़्यादा पब्लिक का नहीं पकड़ सकता है। ഞാൻ ഹിന്ദിയിൽ പറഞ്ഞതാണ്, ഹിന്ദിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പക്ഷേ ഇത് നല്ല വ്യൂ ആണ് ഇവിടെ. ഇവിടെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ പബ്ലിക് ഏരിയയിലും എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പോൾ നമുക്ക് ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ഈ ക്യാമറ ചെറിയ ഉപയോഗിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അത്രയും ചെയ്യാനേ പറ്റൂ. അതുകൊണ്ട് ഇത് ഇങ്ങനെ വളരെ നല്ലൊരു കാഴ്ചയാണ്. പക്ഷേ ഇത് ക്യാമറയിൽ എത്രത്തോളം കിട്ടുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം വ്യൂ ഉണ്ടാവും ഇത്. അപ്പോൾ ആ കിട്ടുന്ന അത്രയും വ്യൂ ആണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ അല്ല, നല്ല പിന്നെ 4K എല്ലാ ക്യാമറയാണെങ്കിൽ നമുക്ക് അത്രയധികം നല്ല ഭംഗിയായിട്ട് കിട്ടും ഇത്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആളുകളെ വീഡിയോ ഒക്കെ എടുക്കുമ്പോഴാണ് ഇവിടെ റെസ്ട്രിക്ഷൻ വരുന്നത്. ആളുകളൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ ഇത് കൊൽക്കത്തറിന്ന് നമ്മുടെ ആ കാണുന്നതാണ് പിന്നെ കോർണിഷ്, അതുപോലെ സിറ്റി സെൻറ്റർ, മറ്റേ ബിൽഡിങ്ങൊക്കെ ഉണ്ടല്ലോ, സിറ്റി സെൻറ്ററും അതുപോലുള്ള ബിൽഡിങ്ങും കാര്യമൊക്കെ അവിടെയാണ്. മൊത്തം ബിൽഡിങ്ങുകൾ അവിടെ തന്നെ. ഇത് കൊൽക്കത്തറിന്ന് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നല്ലൊരു വ്യൂ ഉണ്ടല്ലേ, നല്ല സൂര്യനൊക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്ന് പറയുമ്പോൾ എല്ലാ പബ്ലിക് ഏരിയയിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ പബ്ലിക്കിനെ പരമാവധി നമ്മൾ ഒഴിവാക്കി സൈലൻ്റ് ഏരിയയിൽ വീഡിയോ എടുക്കുന്നത്. അത് കൊണ്ട് കുഴപ്പം വരുന്നില്ല. अच्छा से मेरा एक फ्रेंड को देखो, वो भी मेरा साथ है, वो भी वीडियो पकड़ता है. उसको मुश्किल नहीं है, उसको तो പെർമിഷൻ എൻ്റെ ഞാൻ അവനെ അറിയേണ്ടിയിട്ട് പറഞ്ഞതാണ്. എൻ്റെ ഫ്രണ്ടാണിത്. മൂപ്പര് ഡ്രൈവിങ് ചെയ്യുന്ന ആളാണ്. മൂപ്പർക്ക് പ്രശ്നമില്ല മൂപ്പരെ വീഡിയോ എടുക്കുന്നതിന്. വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര ഇതാണെന്നല്ലോ, റെസ്ട്രിക്ഷൻ. ആൾക്കാരെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആരെയും കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമുക്കാവുന്ന അത്രയുള്ള വീഡിയോകളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ആൾക്കാരിത് മനസ്സിലാക്കണം. ഇവിടെ വീഡിയോ അങ്ങനെ ഇതുപോലെയും പബ്ലിക്കൊന്നും എടുക്കാൻ പറ്റില്ല. ഒരു 1,00,000 പേര് പിന്നെ ജയിലും കിടക്കേണ്ടി വരും. ബോട്ടുകളൊക്കെ പോകുന്നുണ്ട്. ബോട്ടൊക്കെ ദൂരെയാണ്, അതുകൊണ്ട് അവരൊന്നും കംപ്ലയിൻറ്റ് ചെയ്യില്ല. കംപ്ലയിൻറ്റ് ചെയ്യുന്നവരെ കംപ്ലയിൻറ്റ് ചെയ്യും, പ്രശ്നമില്ല. നമ്മളിവിടെ വന്ന് ചെറിയ രീതിയിൽ വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. പക്ഷേ എല്ലാ സ്ഥാപനങ്ങളും വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മളെ ഓരോ രാജ്യത്തെ നിയമങ്ങളൊക്കെ ഉള്ളത്, അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമുക്ക് പോകാൻ പറ്റും. അല്ലാതെ പിന്നെ നമുക്ക് ചുമ്മാ എടുത്തിട്ട് കാര്യമില്ല. വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങ് എടുത്തിട്ട് പിന്നെ അവർ കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. ഇവിടെ എല്ലാം സെക്യൂരിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തൽക്കാലം ഇവിടെ പബ്ലിക് പ്ലേസിൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറുതായിട്ട് എടുക്കുന്നതാണ്. നിങ്ങൾ കാണാം നല്ല ഭംഗിയായിട്ടുള്ള. ഇത് കൊൽക്കത്തന്നാണ് എടുക്കുന്നത്. കൊൽക്കത്തൻ്റെ മറ്റൊരു ഭാഗം അത് കാണുന്നത്. അപ്പോൾ വ്യക്തികളെ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത്. വ്യക്തികളെ നമ്മൾ എടുക്കുന്നില്ലല്ലോ. നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ വ്യക്തികളെ വീഡിയോസൊന്നും നമ്മൾ എടുക്കുന്നില്ല. ഇത് വൈകുന്നേരമായിട്ടുണ്ട്, അപ്പോൾ പിന്നെ അതിൻ്റെ ഇതൊക്കെ കുറയും, ആ രീതിയിലുള്ളത്. ഞാനിങ്ങനെ അരുവി കൂടി ഇങ്ങനെ പോയിട്ട് ഇത് എടുക്കുകയാണ്. അതേ രീതിയിൽ ചെറിയ രീതിയിൽ വീഡിയോസ്. നമ്മളെ ഹരാസ് ചെയ്തുകൊണ്ട് എടുക്കാൻ പാടില്ല ഒരാൾ, അത്രയേ ഉള്ളൂ. വീഡിയോസ് എടുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, അവരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെയൊക്കെ എല്ലാവരും വന്നിരിക്കുന്നത് അതുപോലെയാണ്. അതുപോലെ നല്ല രീതിയിൽ നല്ല വ്യൂസൊക്കെ ഉണ്ട് ഇവിടെ. അത് അപ്പുറം ലാസ്റ്റ് കാണുന്ന കുറേ ബിൽഡിങ്ങുകളാണ് സിറ്റി സെൻറ്ററൊക്കെ കിടക്കുന്നത്. പിന്നെ അവിടെ നമ്മളെ ഖത്തറ മറ്റേ ഇതൊക്കെ കിടക്കുന്നുണ്ട്, അങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. നല്ല ഇവിടെയൊക്കെ മനോഹരമാക്കി വെച്ചിട്ടുണ്ട്, കണ്ടോ, നല്ല വ്യൂസൊക്കെ ഉണ്ട്. വളരെ നല്ല വ്യൂസാണ്. നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കണം വീഡിയോ. ഇപ്പോൾ എടുക്കുകയാണെങ്കിലും ഞാനധികം പബ്ലിക് ഏരിയയിലൊന്നും പോകുന്നില്ല. പബ്ലിക് ഏരിയയിൽ പോയിട്ട് പിന്നെ അത് അവർക്ക് ഇഷ്ടമായി വരികയില്ല, പിന്നെ അവർ പെർമിഷൻ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാനിങ്ങനെ നടന്നുകൊണ്ട് എടുക്കുന്നില്ല. കാരണം നടന്നുകൊണ്ട് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ നടന്നുകൊണ്ട് എടുക്കാത്തത്. അപ്പോൾ നമ്മളൊരു ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ എടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നത്.
ഫോർ സീസൺ ഹോട്ടലും മറ്റേ ഇതൊക്കെ ഉണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ടുള്ള ഗാർഡനും കാര്യമൊക്കെ ഉണ്ട്. ഇത് ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. മൊബൈലിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അത്രയും ക്ലാരിറ്റിയും കാര്യമൊക്കെ ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. ആ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വ്യക്തികളെ ഫോട്ടോസും കാര്യമൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നു. അല്ലാതെ നമുക്ക് വീഡിയോ എത്ര വേണം എടുക്കാം. അത് അവർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരുന്നത്, അത് ഗവൺമെൻറ്റിന് എല്ലാവർക്കും പ്രശ്നമായിട്ട് വരുന്നുണ്ട്. നമ്മളല്ലാതെയുള്ള വീഡിയോകൾ എടുത്താൽ കുഴപ്പമൊന്നും ഇവിടെ വരുന്നില്ല. ബോട്ടും സർവീസും കാര്യമൊക്കെ ഉണ്ട്. ബോട്ടിൻ്റെ ജെട്ടിയൊക്കെ ഇവിടെ ഉണ്ട്. വേറെ ബോട്ടുകളൊക്കെ വരുന്ന സ്ഥലമാണ്. ബോട്ട് ജെട്ടി ഇവിടെ ഉണ്ട്. ഫെയറികളുണ്ട് ഇവിടെ. ഇതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല വ്യൂ ആണിത്. ഏതാണ്ട് സൂര്യൻ അസ്തമിക്കാനായിട്ടുള്ള ടൈമായി. അപ്പോൾ അത് ഇവിടെ നമുക്ക് നോക്കണം. ഓക്കെ.